നമസ്കാരം. നരേന്ദ്രമോദി സർക്കാരിനെ കിട്ടുന്ന അവസരത്തിലൊക്കെ അടച്ചാക്ഷേപിച്ച് നരേന്ദ്രമോദിക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധിക്ക് കണക്കിന് കൊടുത്തിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ. രാഹുലിനി മേലിൽ വായ തുറക്കാത്ത തരത്തിൽ രാഹുലിന്റെ കരണത്തു നോക്കിയാണ് കൃത്യമായ കണക്കുകളും വിശകലനങ്ങളും നിരത്തി ഭാരതത്തെ വിറ്റുതുലച്ചത് ആരാണ് എന്ന ശക്തമായ ചോദ്യം നിർമ്മല സീതാരാമൻ എറിഞ്ഞത്. അന്തം വിട്ട് നിന്നു എന്നതല്ലാതെ കമ എന്നൊരക്ഷരം മിണ്ടാൻ രാഹുലിന് ഉണ്ടായിരുന്നില്ല. രാജ്യത്തെ വിറ്റതാരാണ്? രാഹുൽ ഗാന്ധിക്കെതിരെ നിർമ്മല സീതാരാമന്റെ മറുപടി ഉയർത്തുന്ന വലിയ പ്രസക്തമായ ചോദ്യം കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമാവുകയാണ്. നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുക എന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ശൈലിയുടെ തന്നെ ഭാഗമായി മാറിക്കഴിഞ്ഞു. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ മോദി സർക്കാർ അമേരിക്കയ്ക്ക് മുന്നിൽ അടിയറവ് വെച്ചുവെന്നും കർഷകരെ വിറ്റുവെന്നും ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരം വിട്ടുകൊടുത്തുവെന്നും ആരോപിച്ച് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന് മറുപടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ തിരിച്ചടി അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമാവുകയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത് രാജ്യത്തെ വിറ്റു എന്നായിരുന്നു. നിർമ്മല സീതാരാമൻ തിരിച്ചു ചോദിച്ചത് രാജ്യത്തെ ആരാണ് വിറ്റത് എന്നായിരുന്നു. അപ്പോൾ നിർമ്മല സീതാരാമൻ എന്താണ് ചോദിച്ചത് എന്നത് വളരെ അപ്പോൾ നിർമ്മല സീതാരാമൻ എന്താണ് ചോദിച്ചത് എന്നുള്ളത് ആദ്യം വളരെ പ്രാധാന്യത്തോടു കൂടി കേൾക്കേണ്ടതുണ്ട്. നിർമ്മല സീതാരാമൻ ചോദിച്ചത് ഇങ്ങനെയാണ്: രാജ്യത്തെ ആരാണ് വിറ്റത്? ആരാണ് വിറ്റതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. കോൺഗ്രസ് 2013 ലോക വ്യാപാര സംഘടനയുടെ യോഗത്തിൽ പോയി ബാലിയിൽ ചെന്ന് കോൺഗ്രസ് ഒരു കരാർ ഒപ്പിട്ടാണ് തിരിച്ചു വന്നത്. അതിൽ 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, വ്യാപാരം സുഗമമാക്കലായിരുന്നു. രണ്ടാമത്തേത് ഭക്ഷ്യധാന്യങ്ങളുടെ പൊതുസംഭരണമായിരുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ പൊതുസംഭരണത്തിനും അപ്പുറം ഭാരതത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒന്നും ചെയ്യാതെ വ്യാപാരം സുഗമമാക്കാൻ കരാറിൽ ഒപ്പിട്ട് അവർ തിരിച്ചു വന്നു. ഇതിനർത്ഥം 2017 ജനുവരി മുതൽ ഭാരതത്തിലെ കർഷകരിൽ നിന്ന് ഒരു സംഭരണവും നടക്കില്ല എന്നതായിരുന്നു. റേഷൻ കടകൾ വഴി പാവപ്പെട്ടവർക്ക് ഒന്നും നൽകാനും നമുക്ക് കഴിയില്ലായിരുന്നു. അതായത് റേഷൻ സാധനങ്ങളൊന്നും വിതരണം ചെയ്യാൻ സാധിക്കില്ല. ലോക വ്യാപാര സംഘടനയുടെ ബാലിയിൽ നടന്ന മീറ്റിംഗിൽ ചെന്ന് ഇത്തരം കരാർ ഉണ്ടാക്കിയത് ഇവരാണ്, കോൺഗ്രസ് ആണ്. നമ്മുടെ കർഷകർക്ക് താങ്ങുവില നൽകി ഒന്നും സംഭരിക്കാൻ നമുക്ക് കഴിയില്ലായിരുന്നു. എന്നാൽ മോദിജി 2014 അധികാരത്തിൽ വന്നതിനു ശേഷം ലോക വ്യാപാര സംഘടനയിൽ അദ്ദേഹം ഇതിനായി പോരാടി. എല്ലാ തരത്തിലും അദ്ദേഹം പോരാടുകയും പീസ് ക്ലോസ് നേടിയെടുക്കുകയും ചെയ്തു. രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കൂ. ഈ രാജ്യത്ത് 2017 മുതൽ നമുക്ക് പൊതുവിതരണ സംവിധാനം നടത്താൻ കഴിയില്ലായിരുന്നു. പാവപ്പെട്ടവർക്ക് റേഷൻ നൽകാനും കഴിയില്ലായിരുന്നു. രാജ്യത്തെയും പാവപ്പെട്ടവരെയും വിറ്റുതുലച്ചവർ ഇവരാണ്. ഇവർ അടിയറവ് പറഞ്ഞു. ലോക വ്യാപാര സംഘടനയിൽ പോയി ഇവർ പൂർണ്ണമായും അടിയറവ് പറഞ്ഞു. എന്നിട്ടാണ് ഇവർ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇവർക്ക് യാതൊരു ധാർമ്മിക അവകാശവുമില്ല എന്ന രീതിയിലാണ് നിർമ്മല സീതാരാമൻ അതിഗംഭീരമായ ഒരു പ്രസംഗം കാഴ്ചവെച്ചത്. രാഹുൽ ഗാന്ധി കേട്ടു നിന്നു എന്നല്ലാതെ രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയാൻ പോലും ഈ വിഷയത്തിൽ ഒരക്ഷരമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിർമ്മല സീതാരാമന്റെ ഈ ചോദ്യത്തിൽ നിന്നാണ് കോൺഗ്രസിന്റെ പഴയ ഭരണകാലത്തേക്കുള്ള വാതിൽ തുറക്കുന്നത്. 2013 WTO ബാലി സമ്മേളനത്തിലേക്ക്. നിർമ്മല സീതാരാമന്റെ ആരോപണം രാഷ്ട്രീയ പ്രസംഗത്തിലെ ഒരു വരിയായി മാത്രം കണ്ട് എഴുതി തള്ളാൻ കഴിയുന്നതല്ല. അതിന് പിന്നിൽ ഒരു അന്താരാഷ്ട്ര കരാറിന്റെയും ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ നയത്തിന്റെയും കർഷകരിൽ നിന്നുള്ള സർക്കാർ സംഭരണത്തിന്റെയും പൊതുവിതരണ സംവിധാനത്തിന്റെയും വളരെ സങ്കീർണമായ ഒരു ചരിത്രമുണ്ട്. 2013 ഡിസംബറിൽ ബാലിയിൽ നടന്ന WTO മന്ത്രിതല സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷയ്ക്കായി വികസ്വര രാജ്യങ്ങൾ നടത്തുന്ന പൊതുസംഭരണത്തെക്കുറിച്ച് ഒരു ഇടക്കാല സംവിധാനവും പീസ് ക്ലോസ് നഷ്ടപരിഹാരത്തിനായുള്ള ചർച്ചയും അംഗീകരിക്കപ്പെട്ടു. WTOയുടെ ഔദ്യോഗിക രേഖ തന്നെ 2013 തീരുമാനം ഒരു ഇന്ററിം മെക്കാനിസം ആയിരുന്നുവെന്നും പിന്നീട് സ്ഥിര പരിഹാരം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതാണ് രാഷ്ട്രീയ പോരാട്ടത്തിന്റെ കാതൽ. കാരണം ഇന്ത്യയിലെ കർഷകരിൽ നിന്ന് സർക്കാർ MSP അടിസ്ഥാനത്തിൽ ധാന്യം വാങ്ങുന്നത് വെറും ഒരു കാർഷിക പദ്ധതി മാത്രമല്ല, അത് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമാണ്. സർക്കാർ വാങ്ങുന്നു, സംഭരിക്കുന്നു, ആവശ്യമുള്ളപ്പോൾ പൊതുവിതരണ സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് എത്തിക്കുന്നു. അപ്പോൾ ചോദ്യം സ്വാഭാവികമായി ഉയരും: അത്തരമൊരു സംവിധാനത്തെ WTOയുടെ നിയമപരമായ നിയന്ത്രണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഇന്ത്യ എത്ര ശക്തമായി നിലകൊണ്ടു എന്ന്. ഇവിടെയാണ് 2014 ശേഷമുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ നിലപാട് പ്രസക്തമാകുന്നത്. 2014 WTO ചർച്ചകളിൽ ഇന്ത്യയുടെ പൊതുസംഭരണ വിഷയത്തിൽ കൂടുതൽ കടുത്ത നിലപാട് സ്വീകരിച്ചു. ട്രേഡ് ഫെസിലിറ്റേഷൻ എഗ്രിമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോലും ഭക്ഷ്യസുരക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നു. WTO രേഖകൾ പ്രകാരം 2014 സെപ്റ്റംബറിലും ഇന്ത്യ പൊതുസംഭരണത്തിന് സ്ഥിര പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നിലപാട് ആവർത്തിച്ചിരുന്നു. അവസാനം 2014 നവംബർ 27 WTO ജനറൽ കൗൺസിൽ എടുത്ത തീരുമാനം നിർണായകമായി.
2013 ബാലി തീരുമാനത്തിലെ പീസ് ക്ലോസ് സ്ഥിരപരിഹാരം ഉണ്ടാകുന്നതുവരെ തുടരുമെന്ന് വ്യക്തമായി ഉറപ്പാക്കി. സ്ഥിരപരിഹാരം 2017 മന്ത്രിതല സമ്മേളനത്തിൽ ഉണ്ടാക്കാത്ത പക്ഷവും സംരക്ഷണം തുടരുമെന്ന് തീരുമാനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതുതന്നെയാണ് നിർമ്മല സീതാരാമൻ രാഹുൽ ഗാന്ധിക്കെതിരെ രാഷ്ട്രീയ ആയുധമാക്കിയത്. ഇതിലും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നാണ്. WTOയുടെ അന്നത്തെ ഡയറക്ടർ ജനറൽ റോബർട്ടോ അസെവഡോ തന്നെ 2014 നവംബറിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഇന്ത്യ വഹിച്ച പങ്കിനെയും നിർമ്മല സീതാരാമന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തെയും പ്രത്യേകം പ്രശംസിച്ചിരുന്നു. പൊതുസംഭരണവുമായി ബന്ധപ്പെട്ട പീസ് ക്ലോസ് സ്ഥിരപരിഹാരം ഉണ്ടാകുന്നതുവരെ തുടരുമെന്ന് വ്യക്തമായി ഉറപ്പാക്കിയത് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട മുന്നേറ്റമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയോട് ഒരു ചോദ്യം ചോദിക്കേണ്ടി വരും. മോദി സർക്കാർ രാജ്യത്തെ വിറ്റുവെന്ന് ആരോപിക്കുന്നതിന് മുൻപ് അന്താരാഷ്ട്ര വേദിയിൽ രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കായി മോദി സർക്കാർ നടത്തിയ ഈ പോരാട്ടത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ കർഷകരുടെ സമാധാനത്തെ, ഇന്ത്യയുടെ കർഷകരുടെ അധ്വാനത്തെ വിറ്റുതുലച്ചതിനെ, അതിനൊരു കരാർ ഉണ്ടാക്കിയതിനെ കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? ഇതാണ് നിർമ്മല സീതാരാമന്റെ പ്രസംഗത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയ പ്രസക്തി. അവർ പറഞ്ഞതിന്റെ ഏറ്റവും ശക്തമായ ഭാഗം, നിങ്ങൾ മോദിയെ കുറ്റപ്പെടുത്തുന്നു, എന്നാൽ നിങ്ങളുടെ ഭരണകാലത്തെ തീരുമാനങ്ങളുടെ ചരിത്രം എന്താണ് എന്ന ചോദ്യമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എളുപ്പമാണ്. പക്ഷേ രേഖകൾ മുന്നിൽ വെച്ച് സ്വന്തം ഭരണകാലത്തെ തീരുമാനങ്ങളെ പ്രതിരോധിക്കുക അത്ര എളുപ്പമല്ല. രാഹുൽ ഗാന്ധി കർഷകരെ കുറിച്ച് സംസാരിക്കുന്നു. മോദി സർക്കാർ കർഷകരെ വഞ്ചിച്ചുവെന്ന് ആരോപിക്കുന്നു. ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ ഭക്ഷ്യസുരക്ഷയുടെ അന്താരാഷ്ട്ര നിയമപരമായ സംരക്ഷണത്തിനായി ഇന്ത്യ WTOയിൽ എങ്ങനെ പോരാടി എന്ന ചോദ്യം വരുമ്പോൾ, അത് ആര് നശിപ്പിച്ചു എന്ന ചോദ്യം വരുമ്പോൾ കോൺഗ്രസിന്റെ ചരിത്രം കൂടി പരിശോധിക്കേണ്ടി വരും. ഇവിടെ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. 2013 ബാലി തീരുമാനത്തെ ഇന്ത്യ ഉടൻ തന്നെ കർഷകരിൽ നിന്ന് വാങ്ങൽ നിർത്തേണ്ടി വന്ന കരാർ എന്ന് അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കുന്നത് WTO രേഖകളുടെ പൂർണ്ണമായ ചിത്രം അല്ല എന്നുള്ളത്. കോൺഗ്രസ് ഭരണകാലത്ത് ബാലിയിൽ ആരംഭിച്ച ഒരു പ്രശ്നത്തെ മോദി സർക്കാർ 2014 WTOയിൽ ഇന്ത്യയുടെ താൽപര്യത്തിനായി ശക്തമായി ഏറ്റെടുത്തു. അതാണ് രാഷ്ട്രീയ വ്യത്യാസം. ഇവിടെ മോദി സർക്കാരിനെ അനുകൂലിക്കുന്നവർക്ക് മറ്റൊരു വലിയ വാദം കൂടി പറയാനുണ്ട്. കോവിഡ് കാലത്ത് ഇന്ത്യ കോടിക്കണക്കിന് ആളുകൾക്ക് ധാന്യം സൗജന്യമായി എത്തിച്ചു കൊടുത്തു. ആ സംവിധാനം സാധ്യമാക്കിയത് ഇന്ത്യയുടെ വൻതോതിലുള്ള പൊതുസംഭരണവും ഭക്ഷ്യധാന്യ ശേഖരവുമാണ്. നിർമ്മല സീതാരാമൻ തന്റെ പ്രസംഗത്തിൽ ഇതിനെ തന്നെയാണ് മോദി സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ നയത്തിന്റെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ രാജ്യത്തെ വിറ്റു എന്ന ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് ഒരു രാഷ്ട്രീയ നേതാവ് ചിന്തിക്കേണ്ടത് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സംവിധാനം സംരക്ഷിക്കാൻ ആരാണ് അന്താരാഷ്ട്ര വേദിയിൽ ശക്തമായി നിലകൊണ്ടത് എന്നുള്ളതാണ്. ഇവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം രാഷ്ട്രീയപരമായി തിരിച്ചടിക്കുന്നത്. മോദി സർക്കാരിന്റെ ഓരോ അന്താരാഷ്ട്ര കരാറിനെയും സംശയത്തിന്റെ കണ്ണിലൂടെ കാണുന്നത് പ്രതിപക്ഷത്തിന്റെ അവകാശമാണ്. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകളെ അവർക്ക് ചോദ്യം ചെയ്യുകയും ചെയ്യാം. കർഷകരുടെ ആശങ്കകൾ ഉയർത്താം, സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെടാം. പക്ഷേ അതിനൊപ്പം സ്വന്തം പാർട്ടിയുടെ ഭരണകാലത്തെ അന്താരാഷ്ട്ര തീരുമാനങ്ങളുടെ ചരിത്രവും ജനങ്ങൾക്ക് മുന്നിൽ വെക്കേണ്ട ബാധ്യത കോൺഗ്രസിനുണ്ട്. അല്ലെങ്കിൽ അത് രാഷ്ട്രീയം മാത്രമായി പോകും, ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയം ആകില്ല. നിർമ്മല സീതാരാമന്റെ മറുപടിയുടെ രാഷ്ട്രീയ ശക്തി അതിലാണ്. അവർ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് മറ്റൊരു ആരോപണം കൊണ്ട് മറുപടി പറഞ്ഞില്ല. അവർ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു. 2013 ബാലിയിലേക്ക് തിരിഞ്ഞു, WTOയിലേക്ക് തിരിഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ പൊതുസംഭരണത്തിലേക്ക് തിരിഞ്ഞു, കർഷകരുടെ MSPയിലേക്ക് തിരിഞ്ഞു, പൊതുവിതരണ സംവിധാനത്തിലേക്ക് തിരിഞ്ഞു. പിന്നീട് 2014 മോദി സർക്കാർ WTOയിൽ സ്വീകരിച്ച നിലപാടിലേക്ക് വിരൽ ചൂണ്ടി. അതുകൊണ്ടാണ് ആ ചോദ്യം ഇത്ര ശക്തമാകുന്നത്. രാജ്യത്തെ വിറ്റത് ആരാണ്? ഈ ചോദ്യം ഇനി രാഹുൽ ഗാന്ധി മാത്രം മോദിയോട് ചോദിക്കേണ്ട ചോദ്യമല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് കോൺഗ്രസിനോടും ചോദിക്കേണ്ട ചോദ്യമായി മാറിയിരിക്കുന്നു. കാരണം ചരിത്രം തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. 2013 ബാലിയും ചരിത്രം തന്നെയാണ്. 2014 WTO പോരാട്ടവും ചരിത്രമാണ്. 2014 നവംബറിലെ പീസ് ക്ലോസ് തീരുമാനവും ചരിത്രമാണ്. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയ്ക്കായി പിന്നീട് നടന്ന എല്ലാ പോരാട്ടങ്ങളും ചരിത്രമാണ്. അത് മാഞ്ഞു പോയില്ല. അതിനാൽ മോദി സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് ആദ്യം സ്വന്തം ഭരണകാലത്തിന്റെ കണ്ണാടിയിലേക്കൊന്ന് നോക്കേണ്ടതുണ്ട്. കർഷകന്റെ പേരിൽ രാഷ്ട്രീയം പറയാം, പാവപ്പെട്ടവന്റെ പേരിലും രാജ്യത്തിന്റെ പേരിലും രാഷ്ട്രീയം പറയാം. പക്ഷേ ആ പേരുകൾ ഉപയോഗിക്കുമ്പോൾ ചരിത്രത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും തയ്യാറാകണം. നിർമ്മല സീതാരാമൻ രാഹുൽ ഗാന്ധിക്ക് നൽകിയ മറുപടിയുടെ യഥാർത്ഥ രാഷ്ട്രീയ സന്ദേശം മോദിയെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഭരിച്ച കാലത്ത് ഇന്ത്യയുടെ താൽപര്യങ്ങൾ അന്താരാഷ്ട്ര വേദിയിൽ എങ്ങനെ സംരക്ഷിക്കപ്പെട്ടുവെന്ന് രാജ്യത്തോട് പറയൂ എന്നുള്ളതാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾ എത്ര ഉച്ചത്തിൽ മുഴങ്ങിയാലും അവസാനം നിർണായകമാകുന്നത് ഇത്തരം രേഖകളാണ്. WTOയുടെ രേഖകൾ പറയുന്നത് 2014 നവംബറിൽ ഇന്ത്യയുടെ നിലപാടിന് നിർണായക പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. WTO മേധാവി തന്നെ മോദിയുടെയും നിർമ്മല സീതാരാമന്റെയും നേതൃത്വത്തെ അംഗീകരിച്ചതുമാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വീണ്ടും ചോദിക്കട്ടെ, രാജ്യത്തെ വിറ്റത് ആരാണ്?